അപ്പൊ ഗൈസ് ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. കാരണം ഇത്രയും നാളായിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ട് ഓൾ ടൈം ഹൈ എന്നൊക്കെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ ഡേ എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഗൈസ്, ഇന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 10,093. ഇത് രാവിലെയാണ് ഞാനിവിടെ 3,321 അടിച്ചത്. സ്കാൽപ്പിംഗ് ആയിരുന്നു കേട്ടോ രണ്ടും എടുത്തത്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു 1:30 ആയപ്പോൾ 6,772 രൂപ കിട്ടി. ഓർഡർ ബുക്കും കാര്യങ്ങളും കണ്ടാ. ഓ ഗൈസ് പൊളി എന്ന് പറഞ്ഞാൽ പൊളിയായിരുന്നു കേട്ടോ ഇന്ന്. എനിക്ക് തന്നെ വിശ്വാസം ആകുന്നില്ലെന്ന്. ഒരു 5 ഫിഗറിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഗൈസ് ആദ്യമായിട്ട് ഒരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോഴേ എന്നെ ഫീലാന്നറിയാമോ ഗൈസ്, അത് നിങ്ങളോട് പറഞ്ഞ മനസ്സിലാവുന്ന അറിയത്തില്ല. ഈ ഒരു ഒറ്റ ടൂൾ കൊണ്ടാണ് എനിക്ക് കുറഞ്ഞൊരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഈ ഒരു ഫിഗറിലെ പ്രോഫിറ്റ് ഒക്കെ സമ്പാദിക്കാൻ പറ്റിയത് ഈ ഒരു ഒറ്റ ടൂൾ കൊണ്ടും അതുപോലെ തന്നെ എന്റെ മെന്ററിന്റെ ടീച്ചിങ്സ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഗൈസ് കുറെ ട്രേഡേഴ്സ് കുറെ അവന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവന്മാർക്കൊന്നും സമ്മതിക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് അസൂയാണ്, കണ്ണുകടിയാണ്, ചൊറിച്ചിലാണ്, എന്താണെന്ന് അറിയത്തില്ല, ഇവർക്കൊന്നും സമ്മതിക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ എവിടെയെങ്കിലും എടുത്ത് ഇടുമ്പോ ഇവന്മാര് വന്നേച്ചും പറയും, എടാ ഞാനൊക്കെ 5 വർഷമായി ഇരിക്കാൻ തുടങ്ങി, 7 വർഷമായി, നീ 1 മാസം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി നിനക്ക് എന്നെ അറിയാം, അതാണ് ഇതാണെന്ന്, കോപ്പാണ്, വർക്ക് ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നണേ ഇവന്മാരൊക്കെ കുരങ്ങന്മാരാ, ഒരു സൈഡിൽ ഇങ്ങനെ ചാടി ചാടി കിടക്കുക എന്ന് പറയുമ്പോ ഇവന്മാർ ആദ്യം ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം പഠിക്കാൻ പോകും. ലൈക്ക് ഇപ്പൊ പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, പ്രൈസ് ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു 10-250 കാര്യമായിരിക്കും പ്രൈസ് ആക്ഷനിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് അവൻ അത് നോക്കി ഏതെങ്കിലും ഒരു സാധനം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നേരെ SL അടിക്കുമ്പോൾ അവന്റെ മെന്ററിനോട് ചോദിക്കുമായിരിക്കും, എടാ ഇതെന്തുവാ ബ്രോ, അത് ബട്ടർഫ്ലൈ പാറ്റേൺ അല്ലേ നമ്മളെ പഠിപ്പിച്ചു, അത് പക്ഷെ SL അടിച്ചല്ലോ. അപ്പൊ അവൻ പറയും, എടാ അത് ഇതല്ലായിരുന്നു, ഇത് വേറെ പാറ്റേൺ ആണെന്ന്. എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് അത് വെച്ചിട്ട് അവൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതും ഇങ്ങനെ SL അടിക്കും. ലാസ്റ്റ് അവനാണെങ്കിൽ അവിടുന്ന് ചാടി വർക്ക്ഔട്ട് ചെയ്യാണ്ട് വേറെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഓടിക്കാൻ പോകും. ആ കൺസെപ്റ്റും പഠിക്കത്തില്ല. അങ്ങനെ കൺസെപ്റ്റ് പഠിച്ച് ഇവരുടെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 3-4-5 വർഷം പോകും. എന്നിട്ട് ഈ ഒരു 5 വർഷമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോൾ ഇവർക്കൊരു എഡ്ജുള്ള ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് കിട്ടി കഴിയുമ്പോൾ ഇവന്റെയൊക്കെ ക്യാപിറ്റൽ മൊത്തത്തിൽ വാഷ് ഔട്ട് ആയിപ്പോ. ഇതാണ് നടക്കണം. പക്ഷെ നമ്മളെന്തോ മനസ്സിലാക്കേണ്ട, മാർക്കറ്റ് ഒരു പ്രോബബിലിറ്റി ആണെന്നും നമുക്കൊരു എഡ്ജുള്ള എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ടൂൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രസ്റ്റ്ഫുൾ ആയിട്ട് ഒറ്റ ഒരു കൺസെപ്റ്റിൽ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നേടാം. അല്ലാണ്ട് കുരങ്ങന്മാരെ പോലെ ഒരു സൈഡിൽ നിന്ന് ചാടി അടുത്ത കൺസെപ്റ്റ്, നാളെ വേറെ സ്ട്രാറ്റജി, മറ്റന്നാൾ അടുത്ത കൺസെപ്റ്റ്, അങ്ങനെ ചാടിക്കൊണ്ടിരുന്ന മാർക്കൊക്കെയാണ് ഒന്നും പറ്റാത്തത്. എന്നിട്ട് അവന്മാരൊക്കെ എനിക്ക് ഇവിടെ വന്ന് വെച്ചും കമന്റ് ചെയ്തോണ്ടിരിക്കണം. എനിക്ക് ഈ ടൂൾ ആണെങ്കിൽ നല്ല അത്യാവശ്യം മാർക്കറ്റിൽ നല്ല എഡ്ജ് വരുന്നുണ്ട്, എനിക്ക് കോൺഫിഡന്റ്. ഇതിനേക്കാളും വലിയ ചിലപ്പോൾ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് ഈ ടൂള് വണ്ടേഴ്സ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വരുന്നുണ്ട്. എനിക്ക് ഈ ടൂള് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ റിസ്ക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡിസിപ്ലിൻ, ഓവർ ട്രേഡിങ്, അതിന്റെ കാര്യമൊക്കെ മാത്രം ഞാൻ നോക്കി വെച്ചാൽ മതി. അപ്പൊ എന്റെ മെന്ററാണെങ്കിൽ എനിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അത്യാവശ്യം അടിപൊളി എഡ്ജുള്ള ടൂളാണ് നമ്മളിടുന്നത്. ഒരു 10 ട്രേഡ് എടുക്കുവാണെങ്കിൽ എനിക്കൊരു 7 to 8 ട്രേഡ് എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എനിക്കിപ്പോ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആൾക്കാർ സമ്മതിക്കത്തില്ല ഗൈസ്. അവരുടെ കൺസെപ്റ്റ് ശരിയായിരിക്കും, പക്ഷെ എന്റെ കൺസെപ്റ്റ് തെറ്റാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. പക്ഷെ നമ്മളിവിടെ വെറുതെ കള്ളത്തരമൊന്നും അല്ലല്ലോ, പ്രോഫിറ്റ് കാണിക്കും, എല്ലാ ദിവസവും രാവിലെ ട്രേഡ് എടുക്കണമെന്ന് കാണിക്കും, എല്ലാം നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ കാണിക്കുന്നത്. ഈവൻ എന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് വരെ ഞാൻ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സർവോദയുടെ ലിങ്കും കാര്യങ്ങളും തരാം. പ്രോഫിറ്റ് കിട്ടിയതിന്റെ ഞങ്ങൾക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാ, ഞങ്ങൾക്ക് 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാ. നീ വെറും 2 മാസം കൊണ്ട് എന്തുണ്ടാക്കിയെന്ന് പറയുന്നവന്മാരോട് എനിക്ക് ഇത്ര ചോദിക്കാണ്ട്. ബ്രോ നിങ്ങൾ മനസ്സിൽ തൊട്ടൊന്ന് പറ, നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ 1 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്ന് ഇങ്ങനെ വന്ന് വെച്ചാൽ എന്നെ കമന്റ് ബോക്സിൽ വന്ന് വെച്ച് ഇങ്ങനെ നടന്ന് കരഞ്ഞ് മെഴുകത്തില്ല. കാരണം ഞാനത് ചെയ്യുന്നുണ്ട്, എനിക്കത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഞാൻ റിയലൈസ് ചെയ്യുക അല്ലെങ്കിൽ എനിക്കൊരു ബോധം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എഡ്ജ് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് 1 മാസം കറക്റ്റ് ആയിട്ട് നമ്മൾ റിസ്ക് റിവാർഡും എല്ലാം വെച്ച് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോസ് ഒന്നും അങ്ങനെ വരത്തില്ല. ലോസ് വരും, പക്ഷെ പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ. നീയൊക്കെ പക്ഷെ കുരങ്ങന്മാരാ, ഇവിടെ ഒരെണ്ണത്തിൽ നിന്ന് നേരെ ചാടി അടുത്ത കൺസെപ്റ്റ്, അവിടുന്ന് ചാടി വേറെ കൺസെപ്റ്റ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് 10K ഉണ്ടാക്കിയത്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കണമല്ലോ ഇത് പെട്ടെന്ന് ചുമ്മാ കാണുന്ന പൈസ ഇട്ട് 10K ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഞാൻ ക്യാപിറ്റൽ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ പൊസിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കറക്റ്റ് ആപ്റ്റിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ പ്രോഫിറ്റ്
ആണെങ്കിലും ലോസ് ആണെങ്കിലും അങ്ങോട്ട് ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ക്യാപിറ്റൽ വെച്ചിട്ടാണല്ലോ നമുക്ക് പ്രോഫിറ്റും ലോസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ പതിയെ ഗ്രാജുവലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോർമലി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു 1 ലക്ഷം ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപ ഇടുവാണെങ്കിൽ നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 1% അല്ലെങ്കിൽ 2% വരെ മാക്സിമം റിസ്ക് അങ്ങനെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ടാർഗറ്റ് ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം വെക്കുക, അത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കറക്റ്റ് ആയിട്ട് റിസ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പതിയെ ഗ്രാജുവലി ക്യാപിറ്റൽ കൂടുവാണെങ്കിൽ അതേപോലെ തന്നെ റിസ്ക്കും കൂടും, അതുപോലെ തന്നെ നമുക്ക് റിവാർഡ് ആണെങ്കിൽ കൂടുന്നതാണ്. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് വെറുതെ ചുമ്മാ ഓവർ ക്വാണ്ടിറ്റി എടുത്ത് വെച്ച് നമ്മൾ ട്രേഡും കാര്യങ്ങളൊന്നും ചെയ്യുമല്ല ഗൈസ്. പിന്നെ ഗൈസ് ഞാനാണെങ്കിൽ പ്രോപ്പർ ഡിസിപ്ലിനും കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ ഇപ്പൊ ട്രേഡ് ആണെങ്കിൽ ചെയ്യുന്നത്. ഇപ്പൊ മെൻഡർ ആണെങ്കിലും അത് എന്നെ ഇപ്പൊ മോണിറ്റർ ചെയ്യും, എന്നോട് ചോദിക്കും ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ വേണം ഓർഡർ ബുക്ക് കാണിക്കും, ഞാൻ ഓർഡർ ട്രേഡ് എടുത്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവമൊക്കെ നമുക്ക് ഉള്ളപ്പോൾ നമ്മളാണെങ്കിലും ഓവറായിട്ട് നമ്മൾ ചെയ്യത്തില്ല. അതാണ് മൈൻഡ് സെറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം ഈ ടൂളിനെ ഞാൻ മാസ്റ്റർ ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകുന്ന കാര്യമില്ല. ഈ തിരിച്ചറിവ് എനിക്കുണ്ട്, ഇത് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടില്ല, അതിന് സമയം കിടക്കുക. അങ്ങനെ തിരിച്ചറിയാത്ത ആൾക്കാരാണ് എടാ ഞങ്ങൾ 5 വർഷമായി 3 വർഷമായി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പൊ എന്തായാലും ഗൈസ് എന്റെ ടൂളിന്റെ മൂർച്ച ഞാൻ അങ്ങ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാക്സിമം മാസ്റ്റർ ചെയ്ത് എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ആകും, എങ്ങനെയൊക്കെ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകുന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ ഗൈസ് അവസാനമായിട്ട് ഇത്ര പറയുള്ളത്, നമ്മുടെ ടൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ട്രെയിനിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾ അറിയണമെങ്കിൽ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതല്ല എന്റെ താഴത്തായിട്ട് നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്കും കാര്യങ്ങളും ഉണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഗൈസ് അടിച്ചു പൊളിക്കുക. അടുത്ത ദിവസം നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ.